നിരന്തരം വിദേശ യാത്രകൾ നടത്തി ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന, ലോക മാന്യനായിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം നാട്ടിൽ യുവജനങ്ങളുടെ കാഹളധ്വനി കേൾക്കുന്നില്ലെന്നുണ്ടോ? അവരുടെ രോഷം എന്തുകൊണ്ട് അവഗണിക്കുന്നു? അവരോട് അദ്ദേഹം എന്തായിരുന്നു ഭരണത്തിലേറിയപ്പോൾ നൽകിയ വാഗ്ദാനം? കൃത്യമായും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, 2014 ഒന്നാമത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഇൻട്രോ ആയി അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തായിരുന്നു? ആ പ്രഖ്യാപനങ്ങൾ ടിയിൽ തുടങ്ങുന്ന 5 വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഇവയിലൂടെ ഞാൻ ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായിരുന്നു ടിയിൽ തുടങ്ങുന്ന ആ 5 വാക്കുകൾ? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ 5 വാക്കുകൾ. ആ 5 വാക്കുകളിൽ ആദ്യത്തേത് ടെക്നോളജിയാണ്, രണ്ടാമത്തേത് ട്രെയിനിങ് ആണ്. ആർക്കാണ് ടെക്നോളജിയും ട്രെയിനിങ്ങും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് വികസനത്തിലേക്ക്, ഭാരതത്തെ വികസനത്തിലേക്ക് നയിക്കുക? തീർച്ചയായിട്ടും യുവതയെയാണ്, യുവജനതയെയാണ്. ആ യുവജനത ഇപ്പോഴേതവസ്ഥയിലെത്തിയിരിക്കുന്നു? ലോകത്തെ ഒന്നാമത്തെ ബൗദ്ധിക കേന്ദ്രമായി വളരണം ഇന്ത്യ എന്ന് എപ്പോഴും ആവർത്തിക്കുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന വിന്യാസം നടക്കണം ഇന്ത്യയിൽ. അങ്ങനെ മൂലധന വിന്യാസം നടക്കുന്നുണ്ടോ? ടെക്നോളജിയിലോ വിദ്യാഭ്യാസത്തിലോ എവിടെയും അങ്ങനെയുള്ള മൂലധന വിന്യാസം നടക്കുന്നില്ല എന്നുള്ളത് ബജറ്റ് എടുത്ത് നോക്കുക. 2014-15 മുതലുള്ള 2025, 26, 27 വരെയുള്ള ബജറ്റുകൾ എടുത്തു നോക്കുക. എഡ്യൂക്കേഷന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് GDPയുടെ 1% താഴെയാണ് എല്ലാ വർഷവും മാറ്റിവെച്ചിരിക്കുന്നത്. മറിച്ച് ചൈന, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം GDPയുടെ 6%-ലധികം മാറ്റിവെക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ടെക്നോളജിക്കലായിട്ട് എടുത്തുചാട്ടം നടത്താൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ കഴിയുന്നത്. മറിച്ച് ഇന്ത്യ ഇഴഞ്ഞു നീങ്ങുന്നു. എന്തുകൊണ്ടാണ് ടെക്നോളജിയുടെ വളർച്ചയിൽ ഇന്ത്യ ഇഴഞ്ഞു നീങ്ങുന്നത്? ഈ പറയപ്പെട്ട 1%-ലാണ്. ഇത്ര വലിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അറിവനുസരിച്ച് 142,99,00,000 ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യയുടെ ജനസംഖ്യ. അത്ര വലിയ ജനസംഖ്യ രാഷ്ട്രത്തിൽ GDPയുടെ 1%-ൽ താഴെ മാത്രം, GDP ആണെങ്കിലും വളരെ ലോ, ആ GDPയുടെ 1%-ൽ താഴെ മാത്രമാണ് ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹം ആദ്യം പ്രസ്താവിച്ച ടെക്നോളജി, ട്രെയിനിങ്, ഈ 2 കാര്യങ്ങൾ വഴി യുവതയെ ഉയർത്താൻ കഴിയുക? അതാണ് നാം നോക്കിക്കാണേണ്ട കാര്യം. അതുകൊണ്ടാണല്ലോ തൊഴിലില്ലായ്മ 2025 ILOയുടെ കണക്കനുസരിച്ച് 82% ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ. 82.07% ഇന്ത്യയുടെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ. ആരാണ് ഈ അഭ്യസ്ത വിദ്യർ എന്ന് പറയുന്നത്? പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസമുള്ളവർ. 82.07% ആയിരുന്നു. അപ്പോഴൊക്കെ നിതി ആയോഗ് കണക്ക് കൂട്ടി പറയുന്നത് വളരെ ചെറിയ കണക്കുകളാണ് കേട്ടോ, തൊഴിലില്ലായ്മയുടെ കണക്ക് കൂട്ടി പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ IITയിൽ നിന്ന് പോലും, പണ്ടൊക്കെ IITയിൽ പഠിക്കുന്നു, IITയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെല്ലാം 100%-ഉം കമ്പനികളിൽ വന്ന് പ്ലേസ്മെൻറ്റ് നടത്തിക്കൊണ്ടു പോകും. പക്ഷേ ഇപ്പോൾ 10 to 15%, 10 മുതൽ 15% വരെ IIT ഗ്രാജുവേറ്റ്സ് പോലും അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ. എന്തുകൊണ്ട്?
IITകളിൽ പോലും ടെക്നോളജി വളരുന്നില്ല എന്ന കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് വളർന്ന് മുൻപോട്ട് പോകുന്നതിന് പകരം സാങ്കേതിക വിദ്യ കാണിക്കുന്ന വളർച്ചയുടെ ഒരു ചെറിയ ഭാഗം പോലും ഏറ്റുവാങ്ങാൻ പ്രാപ്തമല്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ മുൻപോട്ടുള്ള പോക്ക്. അങ്ങനെയുള്ള ഇന്ത്യ എങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ അതായത് വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ, അതായത് വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിയുടെ മേഖലയിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ആ പരീക്ഷ. അത്തരം പരീക്ഷകളാണ് നീറ്റ്, നെറ്റ്, GRE ഇങ്ങനെയുള്ള നിരവധി പരീക്ഷകൾ. അതായത് ഈ പരീക്ഷകളൊക്കെ ഇവിടുത്തെ ഏറ്റവും മിടുക്കരെ കണ്ടെത്തി അവരുടെ തുടർ പഠനത്തിന് സജ്ജരാക്കുന്ന, അതിനുവേണ്ടി സെലക്ട് ചെയ്യുന്ന പരീക്ഷകളാണ് ഈ പറയപ്പെട്ട പരീക്ഷകളൊക്കെ. ആ പരീക്ഷകളുടെ ക്രമക്കേടാണ് ഇവിടെ ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഫോം ചെയ്യപ്പെടുവാനും അതിനായിട്ട് ഈ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ഇല്ലാത്ത രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഈ പരീക്ഷകൾ നടത്തപ്പെടാൻ സാധ്യതയുണ്ടാകണം. അതുമാത്രവുമല്ല, തുടർച്ചയായി ഇത്തരം പരീക്ഷകളെ ക്രമക്കേടുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യക്ഷമതയില്ലാത്ത മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതാണ് അവരുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി. ലോകം ചുറ്റിക്കറങ്ങുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ നടക്കുന്ന കാര്യക്ഷമതയില്ലായ്മയും കള്ളക്കളികളും മനസ്സിലാക്കുന്നില്ലേ? അതോ ഇനി BJP കാൻഡിഡേറ്റ്സ് മാത്രമേ ഇത്തരം പരീക്ഷകളിൽ വഴി ജയിച്ച് മുന്നോട്ട് വരാവൂ എന്ന കച്ചവട താല്പര്യം, അതായത് പാർട്ടി താല്പര്യം, പാർട്ടി വളർത്തൽ താല്പര്യം, അതുകൊണ്ടാണോ ഈ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഇതിൻ്റെ തലപ്പത്തിരിക്കട്ടെ, ഇത്തരം പരീക്ഷണങ്ങൾ ഇനിയും നടക്കട്ടെ, അങ്ങനെ BJPയുടെ ആൾക്കാർ തന്നെ ജയിച്ചു വരട്ടെ? ഇപ്പോൾ പല വകുപ്പുകളിലും BJPക്കാരെ മാത്രമാണ് ഗവൺമെൻറ്റിന് റിക്രൂട്ട് ചെയ്യാവുന്ന പല വകുപ്പുകളിലും, അതായത് കേരളത്തിലെ LDF പിൻവാതിൽ നിയമനം നടത്തുമായിരുന്നത് പോലെ തന്നെയാണ് ഓൾ ഇന്ത്യ ബേസിസിലെ പല പരീക്ഷകളും നടത്തുമ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ അവിടെയൊക്കെ BJPക്കാരെ മാത്രം തിരികെ കയറ്റാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പാർട്ടി, ഈ CJP ഇതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി ഇങ്ങനെയൊരു സമരവുമായിട്ട് മുൻപോട്ട് വന്നത്. എന്നിട്ട് നമുക്കറിയാം, സോനം വാങ്ചുക് 23ാമത്തെ ദിവസം തുടരുകയാണ് അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം വഴി എന്താ പറയുക, അർത്ഥപ്രജ്ഞനായി തീർന്ന സോനം വാങ്ചുക്കിനെയാണ് ബലമായിട്ട് പോലീസ് വന്ന്, അതായത് 20-ാം തീയതി ഒരു പക്ഷേ പാർലമെൻറ്റിലേക്ക് അവരൊരു മാർച്ച് നടത്തിയേക്കാം എന്നൊക്കെ കേട്ടിട്ട് ആണ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി അവർ പ്രത്യേകമായി ഒരു കേന്ദ്രത്തിലാക്കുന്നത്. അതിനെ തുടർന്ന് എന്താണ് ഉണ്ടായത്? സെൻട്രൽ ഡൽഹി ഒരു യുദ്ധക്കളമായി മാറുന്ന അവസ്ഥയാണ് നാം കണ്ടത്. ലാത്തി ചാർജ്, കണ്ണീർ വാതകം, അതായത് യുവരോഷം ആളിക്കത്തുകയാണ്. കത്താതിരിക്കുകയില്ല. 82% തൊഴിലില്ലായ്മയുള്ള രാജ്യത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി മേഖലകളിലേക്കുള്ള പരീക്ഷകളെ തകിടം മറിച്ച് ആർക്കും രക്ഷപ്പെടാനാകാത്ത രീതിയിൽ ഈ രാജ്യത്തെ അതായത് കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ. അതാണ് യുവ ജനതയെ കൊള്ളക്കാരുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് CJP ഈ ഒരു സമര പ്രഖ്യാപനവുമായി വന്നത്. 23 ദിവസമായി. 20ാം ദിവസത്തിന് തൊട്ട് മുൻപ് 19ാം ദിവസമാണ് സോനം വാങ്ചുക്കിനെ പോലീസ് പിടിച്ചു മാറ്റുന്നത്, ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നത്. അതേ തുടർന്ന് ദീപ്കെ തന്നെ വീണ്ടും സമരം ഏറ്റെടുത്ത് അദ്ദേഹത്തോടൊപ്പം മറ്റു പലരും സമരത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആളിക്കത്തിയ യുവരോഷം ഇപ്പോഴും തുടരുകയാണ്.
തടസ്സങ്ങളെല്ലാം ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ആ തടസ്സങ്ങളെല്ലാം മാറ്റിമറിച്ച് അതൊന്നും കണക്കിലെടുക്കാതെ പതിനായിരങ്ങളാണ് പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുത്തിരിക്കുന്നത്. എത്രയോ സമരക്കാരെ തല്ലിച്ചതച്ച് മൃതപ്രായരാക്കിയിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കും ആഗ്രഹമുണ്ട് അവിടെ പോയി 10 ദിവസമെങ്കിലും നിരാഹാരം കിടക്കണമെന്ന്. കാരണം ഈ യുവജനത ഇവരെൻ്റെ മക്കളാണ്. ഈ എൻ്റെ മക്കളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയാണ് ഞാൻ. ആഗ്രഹിക്കുന്ന ഓരോ അച്ഛനും ഓരോ അമ്മയും തീർച്ചയായും ഈ സമരം സോനം വാങ്ചുക്കിനോടൊപ്പം നിരാഹാരം കിടക്കണം എന്ന് മോഹിച്ചു പോകും. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ നിസ്സംഗത കാണിക്കുന്നത്? ഇത്തരം നിസ്സംഗത കാണിക്കുമ്പോഴാണ് സംശയം തോന്നുന്നത്, ഈ പരീക്ഷകളൊക്കെ അട്ടിമറിക്കുന്നതും ഡെലിബറേറ്റ് ആണോ? അതായത് ഈ പരീക്ഷകളെയൊക്കെ അട്ടിമറിച്ച് ഇതിനൊക്കെ പകരം, അതായത് ഈ അട്ടിമറികളിലൂടെ താല്പര്യക്കാരെ സംരക്ഷിക്കുകയാണോ? അവിടെയും ഒരു ഹിന്ദുത്വ അജണ്ട ഒളിഞ്ഞിരിക്കുന്നുവോ എന്ന സംശയം നമുക്ക് ഉടലെടുക്കുന്നത് ഇത്തരം, അതായത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് ഈ ഒരു മന്ത്രിയെ മാറ്റാതിരിക്കാൻ കണ്ടെത്തുന്ന കാരണങ്ങൾ? അതായത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ 1991 മുതൽ 95 വരെ ഭരണത്തിലിരുന്ന റാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉള്ളിയുടെ വില കൂടി എന്ന് കേട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് സ്വയം റിസൈൻ ചെയ്ത് റാവു ഗവൺമെൻറ്, നരസിംഹറാവു ആകുന്നത്ര പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ റിസൈൻ ചെയ്തു പോകുന്ന മന്ത്രി AK ആൻ്റണി, കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന മന്ത്രി AK ആൻ്റണി ഇപ്പോഴും ജീവിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ അത് അറിഞ്ഞുകൂടെ? 1990കളിൽ സംഭവിച്ച ആ സംഭവം അദ്ദേഹം കേട്ടിട്ടില്ലേ? അതുപോലെ എത്രയെത്ര മഹാരഥന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും അധികാരം വേണ്ടെന്ന് വെച്ച് സത്യത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ടുണ്ട്. അത്തരം കഥകൾ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ? അപ്പോൾ ഇതൊക്കെ വേറെ ഏതോ ഗൂഢാലോചനയുടെയൊക്കെ ഫലമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയേറെ ആൺകുട്ടികളെയും അല്ലാതെ സ്ത്രീകളെയും പുരുഷന്മാരെ മാത്രമല്ല വനിതകളെ പോലും ചല്ലിച്ചതച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നേറുന്ന ഗവൺമെൻറ്, പാർലമെൻറ്റിലെ ഓപ്പോസിഷൻ പാർട്ടിയൊക്കെ ഇതിനെതിരായിട്ട് ശക്തമായി നിലകൊള്ളുകയാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഭരണപക്ഷം മുന്നേറുകയാണ്. എങ്ങനെയാണ്? അതായത് ഈ നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്ത നാൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു ജീർണാവസ്ഥയിലേക്ക് ഉള്ള പോക്ക് തുടങ്ങിയിരിക്കുന്നു. ആ ജീർണാവസ്ഥയിലേക്കുള്ള പോക്ക് ഇപ്പോൾ ദ്രുതഗതിയിലായി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെ പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് ഇപ്പോഴിവിടെ നിർണായകമായ ചോദ്യം.